നിങ്ങളാണോ ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഏജൻസീസ് ആണോ? നിങ്ങളെ ലൈഫ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, അല്ലാണ്ട് ഏജൻസീസ് അല്ല. ഏജൻസീസ് പറയുന്ന എല്ലാ കാര്യവും കള്ളാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവർ പറയുന്ന 90% കാര്യങ്ങളും കള്ളമാണ്. ഇന്റർനെറ്റിൽ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനുണ്ടായിട്ടും അതൊന്നും നോക്കാതെ ഏജൻസി പറയുന്ന കാര്യങ്ങളും കേട്ട് ഇവിടെ വന്ന് ഞങ്ങളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പാർട്ട് ടൈം ജോലി, ഇവിടുത്തെ കോഴ്സ്, ഇവിടുത്തെ കോളേജുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്ന 90% കാര്യങ്ങളും ഫേക്ക് ആണ്. യെസ്, കുറച്ച് മുന്നേ കാനഡ ആണെങ്കിലും UK ആണെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് കോവിഡിന് ശേഷം പ്രത്യേകിച്ചും ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാനോ നല്ലൊരു ഫാമിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനോ ഇവിടെ അത്ര എളുപ്പമല്ല, കുറച്ച് സ്ട്രഗിളിംഗ് ആണ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ കറന്റ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെരിഫൈ ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുക. ഒരിക്കലും ഏജൻസി പറയുന്ന കോഴ്സോ കോളേജസോ സെലക്ട് ചെയ്യരുത്. നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് ഇന്ന കോഴ്സ് പഠിക്കണം, ഇന്ന കോളേജിൽ പഠിക്കണം, നിങ്ങൾ അങ്ങോട്ട് പറയണം, അത് അവർ എടുത്തു തരണം. നാട്ടിൽ നിന്ന് ഫുൾ സ്കോളർഷിപ്പിൽ ഇവിടെ വന്ന് PhD ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. അതൊരിക്കലും നിങ്ങൾക്ക് ഏജൻസിക്കാർ പറഞ്ഞുതരാൻ പോകുന്നില്ല. കാരണം അവർക്ക് ലക്ഷങ്ങളാണ് ഓരോ അഡ്മിഷനും കമ്മീഷനായിട്ട് കിട്ടുന്നത്. ഇവർക്ക് ടൈപ്പ് ഉള്ള കോളേജുകളിൽ അഡ്മിഷൻസ് എടുത്തു കൊടുത്താൽ മാത്രമേ ഇവർക്ക് കമ്മീഷൻ കിട്ടുള്ളൂ. എല്ലാവരും കള്ളന്മാരാന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ദിസ് ഇസ് ബിസിനസ്, അത്ര മാത്രം ആലോചിച്ചാൽ മതി.